2018 ജൂലൈ 1 ഡൽഹിയിലെ ബുറാരി എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു ഹൃദയഭേദകവും ഭീതിജനകവുമായ കേസ്. അന്ന് രാവിലെ ഒരു കോൾ ഡൽഹി പോലീസിൻ്റെ ഹെൽപ്പ് ലൈനിൽ ലഭിച്ചു. ഒരു കുടുംബത്തിലെ 11 അംഗങ്ങൾ തങ്ങളുടെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. 10 പേർ വീടിൻ്റെ ഹാളിൽ തൂങ്ങിയ നിലയിൽ തങ്ങളുടെ കണ്ണുകൾ കെട്ടി വായ് ടേപ്പ് ചെയ്തിരിക്കുന്നു. കൈകൾ പുറകിലോട്ട് കെട്ടിയിരിക്കുന്നു. 77 വയസ്സുള്ള അമ്മ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ. ചുണ്ടാവത്ത് കുടുംബം നാട്ടുകാരെല്ലാം നല്ലവരായി വിശേഷിപ്പിച്ച ഒരു മധ്യവർഗ കുടുംബം. വ്യാപാരം, ദൈവവിശ്വാസം, സന്തോഷം എല്ലാം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർ എങ്ങനെ ഒരു കൂട്ടബലിക്ക് വിധേയരായി? ഈ മരണം ആത്മഹത്യയോ അതോ കൊലപാതകമോ? പോലീസിന് ആദ്യം തോന്നിയത് കൂട്ട ആത്മഹത്യയാണെന്നാണ്. പക്ഷേ ഒരാളും ജീവന് വേണ്ടി ശ്രമിച്ച ശാരീരിക മാറ്റങ്ങളില്ല, ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലുമില്ല. അന്വേഷണത്തിനിടയിൽ വീട്ടിനകത്ത് 11 ഡയറികൾ കണ്ടെത്തി. 11 വർഷക്കാലം എഴുതപ്പെട്ടിരുന്ന വ്യത്യസ്ത രഹസ്യക്കുറിപ്പുകൾ. അവയിൽ എഴുതിയിരുന്നത് ഒരു ദൈവിക ആജ്ഞയും രഹസ്യ ചട്ടങ്ങളും. ലളിത് ഭാട്ടിയ എന്നയാൾ മരിച്ച പിതാവിൻ്റെ ആത്മാവ് തനിക്ക് സന്ദേശം നൽകുന്നുവെന്ന് വിശ്വസിച്ചു. അവൻ്റെ വാക്കുകൾ വീട്ടിലെ എല്ലാവരും അനുസരിച്ചു. ഡയറികൾ വായിച്ചപ്പോഴാണ് സത്യം പുറത്തു വന്നത്. കുടുംബം ബദുതപസ്യ മാസ് ഹാങ് റിച്വൽ എന്നൊരു രഹസ്യപൂജ ചെയ്തു. പിതാവിൻ്റെ ആത്മാവ് അവരെ രക്ഷിക്കുമെന്നാണ് അവർക്കുള്ള വിശ്വാസം. അന്തിമ നിമിഷത്തിൽ എന്തും സംഭവിക്കില്ല, രക്ഷ കിട്ടും. ഇതായിരുന്നു ഡയറിയിലെ വാക്കുകൾ. മരണത്തിൻ്റെ സൂചനകൾ. വീടിൻ്റെ പുറത്ത് 11 കുറുകെ തറച്ച പൈപ്പുകൾ, അതിൽ 7 താഴേക്ക് നോക്കിയ പൈപ്പുകൾ, അത് 7 സ്ത്രീകൾ മരിച്ചതിനെ സൂചിപ്പിക്കുന്നു. 4 നേരെ നോക്കുന്ന പൈപ്പുകൾ, അത് 4 പുരുഷന്മാർ മരിച്ചതിനെ സൂചിപ്പിക്കുന്നു. അവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. ആരാണ് ഉത്തരവാദി? ഇത് ആത്മഹത്യയോ കൊലപാതകമോ അതോ ഒരു മനോരോ? ആ കുടുംബത്തിലെ ലളിത് ഭാട്ടിയൻ എന്ന ആളുടെ ഷെയർഡ് സൈക്കോസിസ് എന്ന മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയുടെ തീവ്രത ആ കുടുംബത്തിലെ 11 പേരുടെയും ജീവനെടുക്കാൻ കാരണമായി.